കുടുംബജീവിതം അത്ര ഭംഗിയാണെന്നുള്ള ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ഇവിടെ വികാരാധീനനായി നിങ്ങൾ കണ്ടതാണ്. അതിൽ നിന്ന് തന്നെ അറിയാം ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ ജോലി കാര്യത്തിലെല്ലാം പ്രതിഫലിക്കുന്നത്. ഫാമിലിയുടെ അടിത്തറ നന്നായി മാത്രമേ ഉള്ളൂ. ഫാമിലിയിൽ സമാധാനമുണ്ടോ ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. നമുക്ക് അതാണ് അത്യാവശ്യം. സാറിന് അതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാറിൻ്റെ ഇനിയുള്ള ജീവിതം സന്തോഷകരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സാറിനും മാഡത്തിനും മക്കൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഫോഴ്സിൽ ഇവിടെ വന്നു ചേരാൻ സാധിക്കാത്ത എല്ലാവരുടെയും പേരിലുള്ള നന്ദി ആദ്യമേ അറിയിക്കും. പിന്നെ എനിക്ക് കുഞ്ഞിനെ കുറിച്ചും ശർമ്മയെക്കുറിച്ചും ഒന്നും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അവര് ഫോഴ്സിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അവർ മാത്രമല്ല, ഈ കമ്മിറ്റിയിലുള്ള ഈച്ച് ആൻഡ് എവരി പേഴ്സൺ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ജോസഫ് ജോൺ സാറും അതുപോലെ തന്നെ ഫോഴ്സിൻ്റെ നെടുന്തൂണാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാറുണ്ട്. സാറിനെയും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കും. തങ്കരാജൻ സാറിനെ എല്ലാ ചുമതലകളും നമ്മുടെ സാർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും വീണ്ടും നന്ദി പറയണു. ഇനി തങ്കരാജൻ സാറേന്നും പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും വരും. ഞങ്ങളുടെ വാക്കുകൾ കേൾക്കണം. അതിന് നോ എന്ന് മറുപടി നോ പറയേണ്ടടുത്ത് നോ പറയണം. അല്ലാതെ നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാം നമുക്ക് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പരിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. സാർ അതിനുവേണ്ടി ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളെ പോയ തൊഴിലാളികളെ അതുപോലെ കാണണം എന്ന് ഞാൻ പ്രത്യേകം സാറിനോട് അഭ്യർത്ഥിക്കുന്നു. സാറും സാറിൻ്റെ ടീമും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞാൻ ഓർക്കുന്നു. സാറിനോടുള്ള നന്ദി. പിന്നെ ഇവിടെ കൂടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം സാറിൻ്റെ ഈ സെൻഡ് ഓഫ് പ്രോഗ്രാം ഇത്രയും ഭംഗിയാക്കാൻ സാധിച്ചത് ഇത്രയും ആളുകൾ ഇവിടെ വന്നതുകൊണ്ടാണ്. എൻ്റെ സഹപ്രവർത്തകരായിരുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും ഓരോരുത്തർക്കും ഈ ഫോഴ്സിന്റെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.